നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ത്രീ കിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ് അല്ലേ. 3 പൂച്ചക്കുട്ടികളുടെ ചാപ്റ്റർ പഠിച്ചത് മിസ്സിന്റെ കുട്ടികൾ ഓർക്കുന്നില്ലേ? അപ്പം ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ആൻഡ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ താമസിക്കാണ്ട് തന്നെ മിസ് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ് ന്യൂ ഫ്രണ്ട്? ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ. പുതിയൊരു ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നോക്കിക്കേ, ചേസിംഗ് ദ ഫ്രോഗ് ദേ റീച്ച് ദ പോണ്ട്. എന്താണ് നമ്മുടെ 3 കിറ്റൻസ് ഫ്രോഗിനെ ചേസ് ചെയ്ത് എവിടെ എത്തി? ഫ്രോഗിന്റെ പുറകെ പോയി ഒരു പോണ്ടിലെത്തി. എന്താ മക്കളെ പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുളത്തിലെത്തി അല്ലേ. നോക്കിക്കേ, അവിടെ ആ കുളത്തിലെത്തി കഴിഞ്ഞപ്പോ അവരെന്താ കണ്ടത്? അവരൊരു താറാവിനെ കണ്ടു, അവരൊരു ഡെക്കിനെ കണ്ടു. നമ്മുടെ പൂച്ചക്കുട്ടി നമ്മുടെ ഫ്രോഗിനെ ചേസ് ചെയ്ത് കുളത്തിലെത്തി കഴിഞ്ഞപ്പോ അവിടെ ഒരു ഡെക്കിനെ കണ്ടു. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി ചോദിക്കുകയാണ്, നമ്മുടെ 3 കിറ്റൻസിലെ നമ്മുടെ ബ്രൗൺ കളറിലെ പൂച്ചക്കുട്ടി ചോദിക്കുകയാണ്, ഹു ആർ യു? എന്താ മക്കളെ ഹു ആർ യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ആരാണ് എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹു ആർ യു എന്ന് ചോദിച്ചാൽ എന്താണ്? നീ ആരാണ് എന്നാണ്. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി ഡെക്കിനോട് ചോദിക്കുകയാണ് ഹു ആർ യു എന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ ഡെക്ക് എന്താ മറുപടി പറഞ്ഞത്? ഐ ആം ഡാഷ്. ഞാൻ ആരാണെന്നായിരിക്കും ഡെക്ക് പറഞ്ഞത്? ഞാനൊരു താറാവാണ് എന്നായിരിക്കില്ലേ പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ ഫില്ല് ചെയ്യും? മിസ്സിന്റെ കുട്ടികൾ ആൻസർ പറഞ്ഞേ. ഐ ആം ഡാഷ്, ഞാനൊരു താറാവാണ് എന്നെങ്ങനെയാ പറയുക? എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ ആം എ ഡക്ക് എന്ന് പറയും അല്ലേ. ഐ ആം എ ഡക്ക്. ഡക്കിന്റെ സ്പെല്ലിംഗ് എന്താ? DUCK. ഇങ്ങനെയാ പറയാ, ഐ ആം എ ഡക്ക്. അപ്പൊ നമ്മുടെ പുതിയ ഫ്രണ്ട് പറഞ്ഞു എന്താണ്? ഞാനൊരു താറാവാണേ എന്ന് പറഞ്ഞല്ലേ. ഐ ആം എ ഡക്ക് എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ പൂച്ചക്കുട്ടി പിന്നെയും ചോദിക്കുകയാണ്, ഡാഷ് ഈസ് യുവർ ഫ്രണ്ട്? നിന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇവിടെ ആദ്യത്തെ ഒരു വേർഡ് ഡാഷ് ഇട്ടിരിക്കുകയാണ്, ഈസ് യുവർ ഫ്രണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? മിസ്സിന്റെ കുട്ടികൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് തനി ആൻസർ പറയാൻ നോക്കിക്കേ. ആരാണ് നിന്റെ കൂട്ടുകാരൻ എന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഹൂ ഈസ് യുവർ ഫ്രണ്ട് എന്നാ അല്ലേ. ഇവിടെ എങ്ങനെയാ ചോദിക്കുക? WHO. ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് അല്ലെ. ആര്. ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് എന്നാണ്. അപ്പൊ ഹൂ ഈസ് യുവർ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നത് എന്താ? നിന്റെ ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ താറാവ് എന്താ പറഞ്ഞത്? ഡെക്ക് എന്താ പറഞ്ഞത്? മൈ ഫ്രണ്ട് ഈസ് എ ഫ്രോഗ്. എന്താണ്? എന്റെ കൂട്ടുകാരൻ ആരാണ്? എന്റെ കൂട്ടുകാരൻ ഒരു ഫ്രോഗ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി എന്താ ചോദിച്ചത്? ഹൂ ഈസ് യുവർ ഫ്രണ്ട്? നിന്റെ ഫ്രണ്ട് ആരാണ്? നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഡെക്ക് പറഞ്ഞു മൈ ഫ്രണ്ട് ഈസ് എ ഫ്രോഗ്. എന്റെ കൂട്ടുകാരൻ ആരാണ്? ഒരു ഫ്രോഗ് ആണെന്ന് പറയാ അല്ലെ. അപ്പൊ നോക്കിക്കേ, വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി പിന്നെയും ചോദിക്കുക, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്ത് ചെയ്യുകയാണ്? നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഡെക്ക് എന്താ മറുപടി പറഞ്ഞു കാണും? നോക്കിക്കേ, ഡെക്ക് കുളത്തിലൊക്കെ നീന്തി നടക്കല്ലേ. ഡെക്ക് എങ്ങനെയാണ്? ക്വാക്ക് എന്ന് പറഞ്ഞ് കുളത്തിലൊക്കെ നീന്തി നടക്കുക അല്ലെ. അപ്പൊ ഡെക്ക് ഈ പോണ്ടിൽ നീന്തി നടക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഈ ഡെക്ക് പറഞ്ഞിട്ടുണ്ടാവുക? ഞാനിവിടെ നീന്തി നടക്കുകയാണ് എന്ന് എങ്ങനെയാ പറയാ? ഐ ആം സ്വിമ്മിങ് അല്ലെ. ഐ ആം സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നീന്തി നടക്കുക. ഐ ആം സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഈ കുളത്തിൽ നീന്തി നടക്കുക അല്ലെ. ഐ ആം സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തു കണ്ടോ. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടിയും നമ്മുടെ ഡെക്കും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കും. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, എല്ലാവർക്കും അടിപൊളിയായിട്ട് ആൻസർ കിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.